ഞാൻ ആദ്യം വിശാഖിൻ്റെ അടുത്തൊരു ടൈറ്റിൽ പറഞ്ഞിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു വിനീതിൻ്റെ പടത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട ആൾക്കാർക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു. പതിറ്റാണ്ടുകൾക്കിപ്പുറം എന്നായിരുന്നു. നന്നായി നമ്മൾ ഇരിക്കുന്ന 18 ടാലി ആവില്ല. ഷാനിക്കോട് ഞാൻ മിണ്ടില്ല, അത് ഞാൻ വരാം. നിന്നോട് പലരും മിണ്ടുന്നില്ല. What are you doing? I'm trying my best, bro. Okay. വിനീതന്റെ അടുത്ത ചിത്രം ഞാനുണ്ട്, ഷാനുണ്ട്, വിശാഖുണ്ട്. Mission successful. നമ്മൾ മുന്നോട്ടുള്ള പാതയിൽ പല പല മേച്ചിൽ പുറങ്ങൾ തേടി പോകണ്ടേ അല്ലേ? അപ്പൊ ഷാനിക്ക, വേണ്ട, ഷാനിക്കയിലേക്ക് വരണം. നമുക്ക് പിന്നെ ഞാൻ എടാ ഇത് മനഃപൂർവ്വം തോന്നല. What did you do? I'm still trying to figure it out, man. The call. I didn't pick the call. Maybe you should. ഇറങ്ങിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റ് ആണ്. ഇറങ്ങിയ പാട്ടല്ല ഒന്നും ഹിറ്റല്ല. വെറുതെ എന്തിനാ പറയുന്നത്? അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് പാട്ടുകൾ. അല്ല 2 പാട്ട്. നിന്റെ സൈഡിൽ വിശ്വാസം കാര്യം ഇടയ്ക്ക് മറക്കുന്നുണ്ട്. മനസ്സിലാവണില്ല. പിന്നെന്താ വണ്ടി കിണ്ടി എല്ലാം അല്ല ശരിക്കും കിണ്ടികളുണ്ട്. ബില്ല് ഓർത്തിട്ട് വന്നതാ. ഷാനിക്ക, ഓ ഫൈൻ. ഹരിയും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ കുഴപ്പമില്ല, സെറ്റിലായി. കുഴപ്പമില്ല, അങ്ങോട്ട് പൊക്കോ. പല സ്ഥലത്തും അങ്ങനെ ഹൃദയം കൊടുത്തിട്ട് പോയി കളയും. നിൽക്കൂല. വെരി സോറി. ഇന്റർവ്യൂ എങ്ങനെ എസ്തെറ്റിക്കലി പോകുന്നുണ്ടാ? കുഴപ്പമില്ലടാ. ആ സോങ്ങിന്റെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വൈബ്. ഷാനിന് ഡെമോ കൊടുത്തതല്ലേ? You got the point. I know. അതിനിടയിൽ കൂടെ ഒരു സെൽഫ് നമുക്ക് നമ്പേഴ്സ് ഷെയർ ചെയ്യാം. Good job. ചുമ്മാ തമാശക്ക് വിശാഖ് പറഞ്ഞാണെങ്കിൽ ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്. പിന്നെ ഞാൻ നല്ല സ്വഭാവമുള്ള ആൾക്കാരല്ലേ നമ്മളെല്ലാം. ബേസിലിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഷാനിക്ക അതിനൊരു മറുപടി ആയതുപോലെ അപ്പൊ ഓക്കെ, നമുക്ക് പയ്യെ ചവിട്ടിയാലോ? അത് നല്ലൊരു കാര്യം. ഹലോ, ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിനീതേട്ടൻ, ഷാനിക്ക, വിശാഖേട്ടൻ, ഹരിച്ചേട്ടൻ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം വർഷങ്ങൾക്ക് ശേഷം? സുഖം. ഗൃഹഭരണം. ഇപ്പോൾ മൂവി പ്രൊമോഷൻസ് ആണ് 2-3 ദിവസമായിട്ട്. ഞാനിനി പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ചോദിക്കാനില്ല, അറിയാമല്ലോ. 2 ദിവസമായി എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾക്ക് പുതിയ ഉത്തരങ്ങളും ഇല്ല. സ്വാഭാവികം, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ഷാനിക്കോട് ഞാൻ മിണ്ടില്ല, അത് ഞാൻ വരാം. നിന്നോട് പലരും മിണ്ടുന്നില്ല. What are you doing? I'm trying my best, bro. Okay. വിനിതേട്ടാ, പറയൂ, എങ്ങനെയാണ് ഇപ്പോൾ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ നമ്മളൊരു പഴയ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മറ്റേ ഉദയനാണ് താരമൊക്കെ അതിലൊക്കെ പറയുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് കോടമ്പാക്കം, അവിടുത്തെ സ്വാമി ലോഡ്ജിൽ താമസിക്കുക, പൈപ്പുവെള്ളം കുടിക്കുക, അങ്ങനെ താമസിച്ചിട്ടും ഇപ്പോൾ സ്റ്റാറായി മാറി ഒത്തിരി പേര്, അല്ലെങ്കിൽ സ്റ്റാർ ആവാതെ പോയി ഒരുപാട് പേര്, അങ്ങനെ കുറേ കഥകൾ നമ്മൾ ചെറുതിലെ മുതലൊക്കെ ഇങ്ങനെ ആർട്ടിക്കിൾസിലും പത്രത്തിലൊക്കെ വായിക്കുന്ന, അതുവഴി കുറേ കണക്റ്റഡ് ആയിട്ട് ട്രെയിലറും ടീസറും കണ്ടപ്പോൾ തോന്നിയിരുന്നു മൂവി. അപ്പോൾ എന്താണ് വിനീതേട്ടൻ്റെ ഒരു ഇതിൽ വർഷങ്ങൾക്ക് ശേഷം എന്താണ്? അല്ല, ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള കഥകളൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാനും കുറേ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയിൽ താല്പര്യമുള്ളതുകൊണ്ടും ഇത്തരം കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഇത് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലൊരു വേൾഡ് ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ. അപ്പോൾ ഈ കോടമ്പാക്കം എന്ന് പറയുന്നത് ഇങ്ങനെ പല പല കഥകൾ ഇങ്ങനെ കേട്ട് എൻ്റെ മൈൻഡിൽ പണ്ടേ കയറിക്കൂടിയിട്ടുള്ളൊരു സാധനമാണിത്. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുള്ള കുറേ മദ്രാസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. അവരുടെ സ്ട്രഗിൾസും പിന്നീട് സക്സസ് ആയതും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സമയത്തുള്ള തമാശകളും, ഇത് നമ്മുടെ ഒരു ചെറുപ്പത്തിൽ ഗ്രോയിങ് ഇയേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കഥകൾ ഇതാണ്. അതായത് മട്ടന്നൂർ NSS കോളേജിൽ അച്ഛൻ പഠിക്കുന്ന സമയത്തുള്ള കഥകളിൽ തുടങ്ങി മദിരാശി കഥകളിലേക്കുള്ള കഥകളാണ് പിന്നെ ഞാൻ ഫുള്ള് കേട്ടിട്ടുള്ളത്. അതുകൂടാണ്ട് പിന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളുണ്ടല്ലോ, ഇപ്പോൾ മുകേഷ് അങ്കിള്, ജഗദീഷ് അങ്കിള്, ഇന്നസെൻ്റ് അങ്കിള്, വേണു അങ്കിള്, ഇവരെല്ലാം ഗംഭീര കഥ പറച്ചിലുകാരാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കഥകളുണ്ട്. അങ്ങനെ ഓവർ ദി ഇയേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഒരു പോയിന്റിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് ആലോചിക്കാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ഞാൻ ഉദയനാണ് താരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഉദയനാണ് താരമാണ് ഞാൻ
എൻ്റെ ലൈഫിൽ ഒരു ഫസ്റ്റ് അച്ഛൻ കഥ കേട്ടപ്പോൾ തൊട്ട് ഫൈനലി പടം റിലീസാവുന്ന വരെ ഒരു പടത്തിൻ്റെ പല പല പ്രോസസ്സ് ഞാൻ കണ്ടിട്ടുള്ളൊരു സിനിമ. ഉദയനാണ് താരം ഫസ്റ്റ് റോഷൻ ചേട്ടൻ വന്ന് അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനുണ്ട്. അപ്പോൾ അന്ന് റോഷൻ ചേട്ടൻ നറേറ്റ് ചെയ്ത ദിവസം ഞാൻ റോഷൻ ചേട്ടനെ അന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് തൊട്ട് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് റോഷൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് എടാ എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണം, പിന്നെ ഒരു ഡയറക്ടേഴ്സ് ഹാറ്റ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് റോഷൻ ചേട്ടൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത് മെഡ്രാസിൽ. പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ചില ക്രൂഷ്യൽ സീനുകളൊക്കെ അച്ഛൻ വീട്ടിലിരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ കൈപ്പടയിൽ ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. പിന്നെ ഷൂട്ട് കഴിഞ്ഞു ഞാനതിൽ പാടി. കമ്പോസിങ് നടക്കുന്ന സമയത്ത് ഞാൻ ദീപകേട്ടൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പറയാതെ അറിയാതെ എന്ന് പറയുന്ന പാട്ട് ദീപകേട്ടനും തിരുമേനിയും കൂടെ ഇരുന്നിട്ട് അവർ പാട്ടുണ്ടാക്കുന്ന സമയത്ത് ജേക്കബ്സ് ഹോളിഡേ ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്, അപ്പോൾ ഇന്നും ഓർക്കുന്നു ഞാൻ എന്നും ഓർക്കുന്നു ഞാൻ, അതിന് അന്ന് ഡമ്മിയായിട്ട് ദീപകേട്ടൻ പാടിക്കൊണ്ടിരുന്നത് കാതല 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 കാതല. ഇതൊക്കെ ഞാനിരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ്, ഞാനൊരു സിനിമയുടെ പല പല പ്രോസസ്സ് ആദ്യമായിട്ട് കാണുന്നത് ഉദയനാണ് താരമാണ്. ഞാനതിൽ പാടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുന്ന സമയത്ത് ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്. ഗോപിച്ചേട്ടനാണ് ഔസേപ്പച്ചൻ സാറിന് അന്ന് അസിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ആ പ്രോസസ്സ് പല പല സമയത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫൈനലി പടം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കണ്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ എനിക്കിതുപോലെ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വർഷം എന്തോ ആണ് സിനിമ ആഗ്രഹിച്ചിട്ട് മദിരാശിയിലേക്ക് വരുന്ന 2 സുഹൃത്തുക്കളുടെ സിനിമ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ തോന്നുന്നത്. ആ രീതിയിൽ ഉദയനാണ് താരം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന്ന് മാറിയിട്ടുള്ളൊരു സിനിമയായിരിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ചെറുപ്പം തൊട്ടുള്ള കോടമ്പാക്കം സ്റ്റോറീസൊക്കെ മൈൻഡിൽ കൂടെ പോകുന്നത്. ഒരു വലിയ സ്പാൻ ഓഫ് ടൈമിൻ്റെ ഒരു കഥ പറയാം. 70s തുടങ്ങി ഇപ്പോഴത്തെ കാലം വരെ നീളുന്ന പോലത്തെ ഒരു സിനിമ പറയാം എന്ന് പറയുന്ന ഐഡിയ വരെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഓരോരോ സാധനമായിട്ട് അതിലേക്ക് ഇങ്ങനെ ആഡായി 2023 ഇതിന് ഒരു ഫോം വരുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ വർഷങ്ങൾക്ക് ശേഷം അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് ഭയങ്കര റീസെൻ്റ് ആയിട്ടാണ്. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം വിശാഖിൻ്റെ അടുത്തൊരു ടൈറ്റിൽ പറഞ്ഞിരുന്നു ഞാൻ. അത് വിശാഖിന് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേ എനിക്ക് അത് പോരാൻ തോന്നി. പിന്നെ ഞാൻ വേറൊരു ടൈറ്റിൽ പറഞ്ഞു, കുറച്ചുകൂടെ ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ളൊരു ടൈറ്റിൽ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വിനീതിൻ്റെ പടത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട ആൾക്കാർക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു. പതിറ്റാണ്ടുകൾക്കിപ്പുറം എന്നായിരുന്നു. നന്നായി. അപ്പോൾ എന്നോട് ചിരം രഞ്ജി പണിക്കറ പടം ഇതൊന്നും ശരിയാവില്ല, നിങ്ങൾക്ക് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ, വേണ്ട, പതിറ്റാണ്ടുകൾക്കിപ്പുറം നിന്നും നമ്മുടെ ഇവര് തന്നെ കൊടുക്കും. നമ്മൾ ഇരിക്കുന്ന ടാലി ആവില്ല. അല്ല, അത് ആക്ച്വലി ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ആണ്. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാന്നൊക്കെ, അതാ ഞാൻ പിന്നെ ഇൻട്രോ അങ്ങനെയൊന്നും പറയാൻ വെറുതെ എന്തിനാ ആദ്യമേ കയ്യിൽ വന്നേ. അല്ല, അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പതിറ്റാണ്ടുകൾക്കിപ്പുറം എന്നുള്ളതുപോലെ സൗണ്ട് ചെയ്യുന്ന സിമ്പിളായിട്ട് എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? പതിറ്റാണ്ടുകൾക്കിപ്പുറം കുറേ വർഷത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കിട്ടി ടൈറ്റിൽ. ഓക്കെ, അപ്പൊ ഷാനിക, വേണ്ട, ഷാനികയിലേക്ക് വരണം. നമുക്ക് പിന്നെ ഇത് മനഃപൂർവ്വം തോന്നില്ല. What did you do? Still trying to figure it out, man. The call. I didn't pick the call. Maybe you should. I think I should. Yeah. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് വിനീതന്റെ പടങ്ങൾ മാത്രം ചെയ്യണം? അല്ലാതെ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു, ധ്യാൻ ചേട്ടന്റെ പടവും വിനീതന്റെ പടവും മാത്രം ചെയ്യുന്ന എന്തുകൊണ്ടോ? നിങ്ങൾക്ക് വേറെ പടമൊന്നും ചെയ്യണ്ടേ മനുഷ്യ? എനിക്ക് വേറെ സബ്ജക്റ്റ് ഒന്നും വരാറില്ല. ഓ, അതുകൊണ്ടാണ്. കുറെ സബ്ജക്ട് വരാറുണ്ട് വിശാഖിന്. അങ്ങനെയല്ല, എനിക്ക് ബേസിക്കലി ഒരു കംഫർട്ട് സോൺ എല്ലാം നോക്കുന്ന ആളാണ്. അത് ബ്രേക്ക് ചെയ്യണ്ടേ? ബ്രേക്ക് ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല. അവർക്ക് ആശിക്കൊണ്ടിരിക്കുമ്പോൾ അവരെന്താ ബ്രേക്ക് ചെയ്യണേ? എന്നെ ബ്രേക്ക് ചെയ്ത് പോവാതിരുന്നാ മതി. വിനീതേട്ട അങ്ങനെ വല്ല പ്ലാനുണ്ടോ ബ്രേക്ക് ചെയ്ത് പോവാൻ? എന്തിനാ ചോദിക്കണം? ടെൻഷൻ അടിപ്പിച്ചുള്ളൂ. അല്ല, നമ്മള് മുന്നോട്ടുള്ള പാതയിൽ പല പല മേച്ചിൽ പുറങ്ങൾ തേടി പോകണ്ടേ അല്ലേ? എന്താ മേച്ചില്? ആ പുറമൊന്നും തേടി പോണ്ട, ഈ പുറത്ത് നിന്നാ ഈ പുറം ഉണ്ട് താങ്ങാൻ. ബേസിക്കലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം. ഓഫ് കോഴ്സ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു ത്രെഡ് ഒക്കെ വന്ന് പറയുമ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ ആദ്യത്തെ റിയാക്ഷൻ?
വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വിനീത് ഫസ്റ്റായിട്ട് പറഞ്ഞ കഴിഞ്ഞ മാർച്ചിലാണ് ഫുൾ സബ്ജക്റ്റ് ആദ്യമായിട്ട് പറയണത്. പക്ഷെ അതിന് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ബ്യൂട്ടിഫുൾ ജേർണി എന്ന് പറഞ്ഞാൽ വിനീത് കഥ ആലോചിക്കുമ്പോൾ തന്നെ ഓരോ പോയിന്റിലും എൻ്റെ അടുത്ത് ഓരോ രാത്രി ഇപ്പോൾ ഒരു 12 മണിക്കാണെങ്കിലും പിന്നെ ഈ ഫ്ലൈറ്റിൽ പോയി ഫ്ലൈറ്റിലിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വിനീതിന് വരും. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തായിരിക്കും വിളിച്ച് പറയണത്. അവൻ വടക്കൻ സെൽഫിയുള്ള 2 പാട്ടുകൾ അവൻ ഫ്ലൈറ്റിലിരുന്നിട്ട് എഴുതിയത്. കൈക്കോട്ടും കണ്ടിട്ടില്ല, അതുപോലെ എന്നെ തല്ലേണ്ട അമ്മാവ. അതെന്താ വിനീതേട്ടാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ജേണിയിൽ തന്നെ ആ 2 പാട്ടും ലിറിക്സ് എഴുതിയിട്ട് ഞാൻ ഷാനിന് അപ്പം തന്നെ അയച്ചു കൊടുത്തു. അപ്പോൾ ഈ തോട്ട്സ് മൊത്തം ഈ ഫ്ലൈറ്റ് ജേണി വരും. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം മനസ്സിലായപ്പോൾ ഓർത്തു ഇനി ഫ്ലൈറ്റ് ജേണി. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം എടാ ഞാൻ നാളെ പോവുകയെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലായി ഇന്ന് വൈകിട്ട് എന്തെങ്കിലും കിട്ടും. അപ്പം പിന്നെ ആ പ്രോസസ്സ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പ്രോസസ്സ് മൊത്തം വർഷങ്ങൾക്ക് ശേഷത്തിലാണ് ഞാൻ എൻജോയ് ചെയ്തത്. അപ്പോൾ ഓരോ സമയത്ത് ഇത് ഓരോ സീൻസ് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. പിന്നെ ഇന്ന ആൾക്കാർ മനസ്സിൽ വരണം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫെബ്രുവരി ടൈമിലാണ് വിനീത് ഇത് എഴുതാൻ പോണേന്ന് പറഞ്ഞു. പിന്നെ ഒരു 7 ദിവസം നോർമലുണ്ടെങ്കിൽ 7 ദിവസം അല്ലേ ഫുൾ കംപ്ലീറ്റ് ചെയ്തതാ? 7 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 ദിവസം സീൻ ഓർഡർ ഇട്ടിട്ട് പിന്നെ ഒരു 5 ദിവസം. 5 ദിവസം അതാ ഞാൻ 7 എന്ന് പറഞ്ഞു. അതെ സോറി. 5 + 2 7. 5 + 2 7. What is this math? Very bad in math. അപ്പോൾ 7 ദിവസത്തിൽ തീർന്നു. അപ്പോൾ 7 ദിവസത്തിൽ തീർന്നു. പിന്നെ ഇത് ചെന്നൈയിൽ വരാൻ പറഞ്ഞു. ചെന്നൈ വന്നപ്പോൾ ഞാൻ കേട്ടപ്പം എനിക്ക് ഭയങ്കര അന്ന് ഈ ബഡ്ജറ്റ് ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഇതൊന്നും തലയിൽ പോയില്ല. സ്റ്റോറിയാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ സ്റ്റോറി വൈസ് കേട്ടപ്പോൾ ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് ഭയങ്കര നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതാണ് ഹൃദയം പോലെ ഇതൊരു വലിയ പടമായിരിക്കില്ല, നമ്മുടെ കയ്യിൽ നിൽക്കണ പടമായിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഓക്കെ താങ്ക് യു എന്നെല്ലാം പറഞ്ഞ് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, പിന്നെയാണല്ലോ ഇത് മൊത്തം ഡീറ്റെയിലിംഗ് വരണത്. ഞാൻ ചെന്നൈ മൊത്തം കറങ്ങി, ഇവിടെ പഴയ സ്റ്റുഡിയോ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്നുമില്ല, നമുക്ക് അടുത്ത കോയമ്പത്തൂർ പൊള്ളാച്ചിയെല്ലാം ഒന്ന് തപ്പാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ തപ്പിക്കോ. അടുത്ത ജേണി അവിടെ കോയമ്പത്തൂർ പൊള്ളാച്ചി പോയി. ഇവിടെയും കിട്ടാനില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് നമുക്കൊരു വലിയ സെറ്റ് ഇടേണ്ടി വരും തോന്നുന്നു. പഴയ സ്ട്രീറ്റ്സ് ഒന്നും വിചാരിച്ച പോലെ കിട്ടുന്നില്ല. പഴയ സ്ട്രീറ്റ്സ് മാത്രമല്ല, പഴയ സ്ട്രീറ്റ് സ്റ്റുഡിയോസ്, പിന്നെന്താ വണ്ടി കിണ്ടി എല്ലാം അല്ല ശരിക്കും കിണ്ടികളുണ്ട്. ഓർത്തിട്ട് വന്നതാ. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു സംഭവമായിരുന്നു മൊത്തത്തില്. പിന്നെ ഇത് സ്റ്റോറി പിന്നെ എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യാന്ന് വെച്ചാലും ആ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ അതിൽ വീഴ്ത്തി. അപ്പൊ പിന്നെ കൂടെ നിൽക്കാതെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പടത്തിന് നല്ലതാണെന്ന് എപ്പോഴും പറയും. പിന്നെ ഒരു പ്രോപ്പർ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ മൊത്തം ഈ പടത്തിൽ വിനീത് ലിസ്റ്റിങ്ങിനെ പറയുമ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കാൻ ഞാൻ 2-3 ആൾക്കാരുടെ പേരും പറഞ്ഞു. ഇഷ്ടമല്ലാത്ത ആളുകളെ മാറ്റിയിട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഈ പടത്തിൽ അങ്ങനെ വലുതായിട്ടില്ല, ഒന്നും ഇല്ല. എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചിലരെ ഇഷ്ടമാണ്, ചിലരെ എനിക്ക് ഇഷ്ടമാണ്. മൊത്തത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് വന്ന. അപ്പം പിന്നെ എല്ലായിടത്തും വിളിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ. ഡേറ്റിന്റെ കാര്യമാണെങ്കിലും റെമ്യൂണറേഷന്റെ കാര്യമാണെങ്കിലും എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കൂടെ നിന്നു അല്ലേ ഷാനിക്ക? അതെ. അവരെല്ലാം വെളിയിൽ മേടിക്കുന്ന റെമ്യൂണറേഷൻ അല്ല നമുക്ക് മേടിച്ചു. അതൊക്കെ കൊടുത്താൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല മൊത്തത്തിൽ. അത്രയ്ക്ക് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഫുൾ എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് ഈ പടം തീർക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞു എന്തോ പറയാനുണ്ട് തോന്നുന്നു. ഇല്ല, അവൻ അടുത്തതിന് വേണ്ടിയിട്ടുള്ള സോപ്പിടലാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ റെമ്യൂണറേഷൻ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ലാതൊക്കെ ഇപ്പോഴേ അവരിങ്ങനെ ഒന്നി തള്ളി വിടുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഇക്ക. ഓ ഫൈൻ. ഹരിയും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ കുഴപ്പമില്ല, സെറ്റിലായി. കുഴപ്പമില്ല, അങ്ങോട്ട് പോക്കോ. ഇല്ല ഷാനിക്ക പറഞ്ഞാ മതി. എന്താ പറയണ്ടേ, എങ്ങനെ റീബ്രാൻഡ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്തായിരുന്നു ആ ഒരു ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കുമ്പോൾ എക്സ്പീരിയൻസ്? അല്ല എനിക്കറിയാം മിക്ക മറ്റേ സരിഗമയില് ഫുള്ള് കൗണ്ടർ ഒക്കെ അടിക്കണ ക്യാമറയുടെ ഫ്രണ്ട് ഒക്കെ ഒരു വിഷയമല്ല. അതൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് അതൊക്കെ എന്നെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മളെ ഈ ഒരു മിക്സിലേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് മൊത്തം ഭ്രാന്തായി പോകും. ഇത് എനിക്ക് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ടൊക്കെ കണ്ടീഷൻ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ക്യാമറയുടെ മുമ്പിലുള്ള ഇതും ലൈറ്റ്സ് അത് ഇതൊക്കെ നേരത്തെ തൊട്ടേ ഈ സരിഗമയാണെങ്കിലും അതിന് മുന്നേ ഈ റിയാലിറ്റി ഷോസ് ആ TV സംഭവങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അഭിനയം എന്ന് പറയുന്നത് പണ്ട് തൊട്ട് നമ്മൾ ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഷോട്ടിൽ എന്നാൽ ഞാൻ അത് ആ സമയത്ത് കേട്ടോ. പിന്നെ
ആണ് ഈ പറഞ്ഞ പോലെ സരിഗമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ അഭിനയിക്കാനുള്ള ചാൻസസ് ഇങ്ങനെ വന്നു തുടങ്ങിയത്. മീൻസ് ആദ്യം കൊള്ള വന്നു, പക്ഷെ കൊള്ളയിൽ എന്നെ പറ്റിച്ചിട്ടാണ് അവിടെ സെറ്റിൽ കൊണ്ടുപോയിട്ട് ഒരു ഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു ഇട്ടോ ഡയലോഗ് ഉണ്ട് അപ്പോൾ അഭിനയിക്കാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊള്ളയിൽ അഭിനയിക്കുന്നത്. ഇതിൽ പിന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആളിയ ഒരു ഉഗ്രൻ സാധനമുണ്ട്, നീ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നാണ് എന്നോട് ഫസ്റ്റ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്ത് റോളാണെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഡൗട്ട്സ് ഉണ്ടാവല്ലോ, ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ഡൗട്ട്സും കൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, അതിലാണ് പലരും പെട്ടുപോകുന്നത്, വീണു പോകുന്നത്. അളി അത് നീ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളിത് എസ്തെറ്റിക്കലി ആയിരിക്കും ഷൂട്ട് ചെയ്യണേ. അതാണ് വാക്ക്, അത് പഠിച്ചു വെച്ചോ കേട്ടോ. അത് ഏത് ഘട്ടത്തിൽ നിങ്ങൾക്ക് യൂസ് ആൻഡ് മിസ്യൂസ് ചെയ്യാം. ഇന്റർവ്യൂ എങ്ങനെ എസ്തെറ്റിക്കലി പോകുന്നുണ്ടാ കുഴപ്പമില്ലടാ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്കിത് ഷൂട്ടിംഗ് ഡേ, ഞാനത് ഇവരോട് പറഞ്ഞില്ല, ഈ ഷൂട്ടിംഗ് ഡേ അടുക്കും തോറും എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ തള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു ദയവും ദാക്ഷിണ്യം കാണിച്ചില്ല, അന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിത് ഡയലോഗും കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി. പിന്നെ പുൾ ഓഫ് ചെയ്തു. എനിക്ക് ആക്ച്വലി ഇവൻ്റെ സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് സമാധാനമായി. അതുവരെ ഞാൻ ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കായിരുന്നു. പക്ഷേ വിനീതിൻ്റെ ആ ഫസ്റ്റ് ടേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ കടേ എന്ന് പറഞ്ഞപ്പം ഇവൻ്റെ കട്ടിട്ട് എനിക്കറിയാം, നല്ലതാണെങ്കിൽ അവൻ ഇങ്ങനെ ഉറക്കെ കട്ടിന്ന് പറയും. അപ്പോൾ അത് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴും ഞാൻ ഓക്കെ വന്ന പേർപ്പസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പി, സന്തോഷം. ഓക്കെ. ഇപ്പോൾ ഹരിച്ചേട്ടാ അവിടെ ഇരിക്കുക ഇങ്ങനെ. ഇപ്പോൾ വിനീതേട്ടൻ ഞങ്ങൾക്കൊക്കെ ഇപ്പം മലർവാടി മുതൽ ചേട്ടനിപ്പം മലർവാടി മുതൽ വിനീതേട്ടനെ അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂലൊക്കെ കാണുന്ന വളരെ കാമായിട്ട്, അല്ലാതെ പുറത്താണെങ്കിലും പുള്ളി ഇങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നതായിട്ടോ ദേഷ്യപ്പെടുന്നതോ ക്യാമറയ്ക്ക് മുന്നേ കണ്ടിട്ടുണ്ട്, അല്ലാതെ പുറകിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വിനീതേട്ടൻ ചേട്ടനോട് ദേഷ്യപ്പെട്ട എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം എപ്പോഴാണ് മലർവാടി ലാസ്റ്റ് സോങ്, ക്ലൈമാക്സ് സോങ്, അതൊന്നും പറയാം. ക്ലൈമാക്സ് സോങ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് ഉഴപ്പി ആദ്യം വിനീതൻ പ്ലാൻ ചെയ്ത പോലെ പരിപാടി വർക്കാണില്ല. അന്ന് കയ്യിൽ നിന്ന് പോയൊരു വിനീതനെ കണ്ടു. അല്ല അത് എന്താന്ന് വെച്ചാൽ ഒന്ന് ഞാനും ഉണ്ട്, എൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതാണ് ആ പാട്ടാണ് അതിൻ്റെ ക്രക്സ്. അപ്പോൾ അത് വർക്കായില്ലെങ്കിൽ ആ സിനിമ വർക്കാവില്ല. അപ്പം ഈവൻ ആ നിവിൻ കീബോർഡ് വായിക്കുന്നത് പോലും പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തി. നിവിൻ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അഭിനയിക്കും, പക്ഷെ കൈകൾ എൻ്റെതാണ്. പിന്നെ ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടിൽ പിന്നെ കൈകൾ ഞാനാണ് വായിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വെറുതെ അത് എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് അതങ്ങ് സെറ്റാക്കാം. പക്ഷേ ഇത് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ള ഒരു മ്യൂസീഷ്യൻ കൂടിയായ ഒരു ഡയറക്ടറുടെ ആവശ്യം അവിടെ നടക്കാതെ കണ്ടപ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോയത്, ഞാൻ അടക്കം കണ്ടത്. എന്ത് തോന്നുന്നു വിനീതേട്ടാ? ക്ലൈമാക്സ് അല്ലേ, ക്ലൈമാക്സ് പാളിയില്ലേ. അതുകൊണ്ടാണ് ആ സോങ് അത്രയും നന്നായത്. കാരണം ഞങ്ങളെല്ലാവരും ഡീസൻ്റ് ആയി. ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ എല്ലാവരും നന്നാവും. എനിക്കും കിട്ടാറുണ്ട് ഇടയ്ക്ക്, നല്ലതിന് വേണ്ടിയാ. അപ്പോൾ എന്തായാലും നമ്മൾ സോങ്ങിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇതിലത്തെ മധുപകരു എന്നുള്ള ആ സോങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് ഡെമോ കൊടുത്തതല്ലേ? അല്ലാതെ പിന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് കയറാനില്ല. നമുക്ക് നമ്പേഴ്സ് ഷെയർ ചെയ്യാം. ഇതായിരുന്നു എൻ്റെ മൊമെന്റ്. ഇതിനാണ് കുട്ടി എന്നോട് ഞാൻ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞോട്. ഞാൻ വിനീതേട്ടാ, ഞാൻ ഷാനിക്കൊക്കെ മെസ്സേജ് അയക്കാം. ഷാനിക്ക, ഞാൻ അനു ഇന്ദ്രൻ, ഞാൻ ഇങ്ങനെ ഒരു സൂപ്പർ ഫോർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സരിഗമപ്പാല് ഈ കഴിഞ്ഞ സീസണിൽ ഫൈനൽ കോറസ് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു ഷാനിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കോറസ് ടീമിലെങ്കിലും ഒന്ന് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഒരു ഹാർട്ട് മാത്രം ഇട്ടിട്ട് പോയി കളഞ്ഞു. പിന്നെ തിരികെ കോറസ് ടീം ഇല്ല, പല സ്ഥലത്തും അങ്ങനെ ഹൃദയം കൊടുത്തിട്ട് പോയി കളയും. വെരി സോറി. അത് എളുപ്പല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിലത്തെ ആ ഒരു മറ്റേ വിൻറ്റേജ് ലാലേട്ടൻ ആ ഒരു സംഭവമാണ് നമുക്ക് ആ പാട്ട് കണ്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തത്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഒരു ഷോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ? അതിൻ്റെ ബിഹൈൻഡ് ദ സീനൊക്കെ കണ്ടിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരും ചെയ്യണം. നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സിറ്റുവേഷനിൽ അങ്ങനെ പെർഫോം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പെർഫോം ചെയ്തപ്പോഴാണ് നമുക്കിത് ഭയങ്കര റിസംബ്ലൻസ് ഫീൽ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ചെറിയ സാധനങ്ങൾ അപ്പൂൻ്റെ അടുത്ത് മീശ വിരിയും, പിന്നെ മറ്റേ കുപ്പി 2 കുപ്പി ഒരുമിച്ച്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അത് നമുക്കൊരു രസമായിട്ട് തോന്നി. ഓക്കെ, ഇതിലത് വേറെ രീതിയിൽ എടുക്കില്ല, അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളത് തോന്നി. അല്ലാതെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നാച്ചുറലി അവൻ്റെ ബോഡിയിൽ അതുണ്ട്, ആ ഒരു ആട്ടവും ഒക്കെ. അത് നമ്മുടെ അച്ഛന്മാരുടെ ഒക്കെ ഷെയ്ഡ്സ് നമുക്ക് വരുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ മാത്രമല്ല, പടത്തിൽ ആ ക്യാരക്ടർ ഒന്ന് 70s 80s ആണല്ലോ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉള്ള ക്യാരക്ടേഴ്സ്, ഇപ്പോൾ 80s ലാലങ്ങൾ ചെയ്തിട്ടുള്ള ക്യാരക്ടർ, ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ബോഡി ലാംഗ്വേജ് കയറി വരുമല്ലോ, ഓട്ടോമാറ്റിക്കലി കയറി വരുമല്ലോ. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതിനൊരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടല്ലോ. അന്ന് അങ്ങനെയല്ലല്ലോ ആൾക്കാർ. അന്ന് കള്ളു കുടിച്ചൊരു ജുബ്ബയിട്ട് നടക്കുന്ന ഒരാളെ എങ്ങനെ മൂവ് ചെയ്യോ അത് അപ്പു ചെയ്യുമ്പോൾ ലാലങ്ങൾ അത് പല സിനിമയിലും ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ റിസംബ്ലൻസ് ഫീൽ ചെയ്യും. എന്നാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ലാലങ്ങളല്ല, മുരളി എന്ന് പറഞ്ഞ ആക്ടറല്ലേ, മുരളി അങ്കിള്. അതെ, എൻ്റെ ചെറുപ്പത്തിൽ ചമ്പക്കുളം തച്ചനൊക്കെ ഷൂട്ട് നടക്കുന്ന സമയത്ത് റെയ്ബാൻ ഹോട്ടലിൽ നമ്മൾ അച്ഛനെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ദൂരെ വരാന്തേന്ന് ഒരു ജുബ്ബയും മുണ്ടും ഒരു തോൾസഞ്ചി ഇട്ടിട്ട് മുരളി അങ്കിള് കവിതയും പാടിയിട്ട് വരുന്നത് എൻ്റെ മൈൻഡിലുള്ളൊരു വിഷ്വലാണ്. അതാണ് അപ്പുവിന് കൊടുത്തിട്ടുള്ള ലുക്ക്. നമ്മൾ പിന്നെ അപ്പു ആയതുകൊണ്ട് നമ്മൾ കമലദളത്തിൽ ലാലങ്ങളിട്ട മാല ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മാല കൊടുത്താൽ നന്നായിരിക്കും, അപ്പുവിനത് ചേരും. അത് എഗെയിൻ ലാലങ്ങളിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അപ്പുവിനത് ചേരും തോന്നി. അപ്പോൾ മുരളിയങ്കളിൻ്റെ ആ ഒരു ലുക്കും ആ പേരും ഈ ഒരു സാധനവും എല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര റിസംബ്ലൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതാണ്. ഇപ്പം ഞാൻ നേരത്തെ ഹരിച്ചേട്ടനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വളരെ പീസായിട്ട് എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് വിനീതേട്ടൻ എന്നെ തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ എപ്പോഴേലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, നമ്മൾ സമാധാനമായിട്ടിരിക്കല്ലേ വേണ്ടേ? എന്നാൽ അതിനൊരു ഇതുണ്ടാവുമല്ലോ. നല്ല ഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോൾ എന്തിനാ? വെരി ട്രൂ. ആക്ച്വലി ചുമ്മാ തമാശക്ക് വിശാഖ് പറഞ്ഞാണെങ്കിൽ ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്. പിന്നെ ഞാൻ നല്ല സ്വഭാവമുള്ള ആൾക്കാരല്ലേ നമ്മളെല്ലാം. ഡെയിലി വാരി വിതറുന്നതും പോരാ. അല്ല, ഞാൻ ഒറ്റയ്ക്കായ അല്ല, അതാണ് സത്യം. നല്ല ഫാമിലി, നല്ല ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവുമ്പോൾ ധ്യാനും ഹാപ്പി അല്ലേ? അങ്ങനെയല്ല, പക്ഷെ വിനീതേട്ടൻ ഒരു കാമായിട്ട് ഇങ്ങനെ വളരെ സമാധാനം. പക്ഷെ ധ്യാൻ ചേട്ടൻ ഭയങ്കര വേറെ ക്യാരക്ടറാണല്ലോ. എല്ലാത്തിനും കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു സൈഡിൽ അവനുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ വെച്ചാൽ തിര എന്നുള്ള മൂവിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്ത ഒരാൾ. പിന്നീട് ധ്യാൻ ചേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേട്ടൻ അങ്ങനെ തന്നെയാണ് കുഞ്ഞിരാമേട്ടത്തെ കൊണ്ട് ഒരു മണ്ടൻ ക്യാരക്ടർ പോലെ ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് എനിക്ക് വരുന്ന എല്ലാം ഒരു കോമഡി അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ധ്യാൻ ചേട്ടൻ്റെ ഒരു തിരിച്ചു വരവാണ് എന്ന് മൊത്തം കമൻസ് അതാണ്. ധ്യാൻ തൂക്കി ഈ ഫിലിം ധ്യാൻ കൊണ്ടുപോകുന്നൊക്കെ ഉള്ളതാണ് മൊത്തം കമൻസ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇത് ധ്യാൻ ചെയ്ത സെറ്റായിരിക്കും. അതെങ്ങനെ തോന്നിയത്? ഇതിവർ രണ്ടുപേരുടെയും സിനിമയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലാണ്ട് ഇത് നടക്കുമല്ലോ. ഇപ്പോൾ ധ്യാൻ്റെ പെർഫോമൻസിൻ്റെ കേസിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ലായിരുന്നു. നമ്മളെല്ലാവരും ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തത് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഏജ്ഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ധ്യാൻ അതെങ്ങനെ പുള്ളി ചെയ്യും. കാരണം ധ്യാൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ആ ലുക്ക് കറക്റ്റ് ആവണമല്ലോ. ഒരു പടത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക്. അത് നമ്മൾ ഒരു കെട്ടിച്ചമച്ച പോലെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ റോണെക്സ് ഉള്ളതുകൊണ്ട് അതങ്ങനെ വരില്ല എന്ന് നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി ആ ലുക്കുമായിട്ട് ധ്യാൻ വന്ന സമയത്താണ് നമുക്ക് ഓക്കെ, ഇനി അത് ധ്യാൻ ക്രാക്ക് ചെയ്തോളും എന്നുള്ളത് നമുക്ക് കിട്ടിയത്. അപ്പൂൻ്റെ കൂടെ തൊട്ട് മുമ്പ് ഞാൻ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ട് അപ്പൂന് ഇത് ഈ ഹൃദയം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ടുള്ളൊരു അപ്പുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അത് 2 വർഷം നമ്മൾ ഷൂട്ട് ചെയ്ത് അവസാനമൊക്കെ ആയപ്പോഴേക്കും അപ്പു ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഈ സാധനം ക്യാമറയിൽ കിട്ടിയാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇത് എഴുതുന്ന സമയത്ത് ഓക്കെ, കുറച്ചുകൂടെ ലൂസായിട്ട് കുറച്ചുകൂടെ ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ട് എഴുതിയാലോ അപ്പു പുള്ളി ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ഒരു എന്താ പറയുക നടക്കുകയോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ധ്യാനിൻ്റെ ഏജ്ഡ് ക്യാരക്ടർ എങ്ങനെ
വർക്കാവുന്നുള്ളത് മാത്രമായിരുന്നു. ധ്യാനിൻ്റെ വർക്കായപ്പോൾ നമുക്ക് ഓക്കെ. പെർഫോമൻസിൻ്റെ കേസിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല. ലുക്ക് വൈസ് പുള്ളി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു മേജർ കൺസേൺ. ഇപ്പോൾ ഇന്നലെ റിലീസായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, അതിപ്പോൾ ട്രെൻഡിങ് നമ്പർ 3 പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടി പാടാമോ എല്ലാവരും കൂടി? മറ്റേ പ്യാരാ മേരാ വീര. പ്യാരാ മേരാ വീര. വിശാഖ് പാടുമോ? ഏത് വിശായിട്ട് പാടിയിരിക്കും പ്യാരാ മേരാ വീര. പാട്. നിവിൻ്റെ പാട്ട്. ഓക്കെ. ഷാനിക്ക പാടില്ല. ഷാനിക്ക പറയും. ലിറിക്ക് അവൻ്റെ പാട്ടിൻ്റെ ലിറിക്കേ അറിയില്ല. അപ്പോൾ ഷാനിക്ക ട്യൂൺ അറിയാം. come on ഷാനിക്ക. ഓക്കെ. പ്യാരാ മേരാ വീര ഇനി നീ പാൻ ഇന്ത്യ, ബോക്സ് ഓഫീസിൻ തോഴ തിരികെ നീ വാടാ. പ്യാരാ മേരാ വീര ഇനി നീ പാൻ ഇന്ത്യ, ബോക്സ് ഓഫീസിൻ തോഴ തിരികെ നീ വാടാ. കാഹളം മുഴക്കുവാൻ ജനസാഗരം ഇതതിമാരകം. You can never stop me, I'm born again, I'm here to rule again. Oh boy, I'll go again. Boo me, blame me, throw me, I'll fly again. I'm here to rule again. Oh boy, I'll go again. Oh boy. അപ്പോൾ ഇതുപോലെ ഇറങ്ങിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റാണ്. ഇറങ്ങിയ പാട്ടല്ല ഒന്നും ഹിറ്റല്ല, വെറുതെ എന്തിനാ പറയുന്നത്? അല്ല, 2 പാട്ട് ഹിറ്റായില്ലേ? അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് പാട്ടുകൾ. അല്ല 2 പാട്ട്. നിന്റെ സൈഡിൽ വിശ്വാസമുള്ള കാര്യം നീ ഇടയ്ക്ക് മറക്കുന്നുണ്ട്. മനസ്സിലാവണില്ല. പാട്ടുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പോണുണ്ട്. ഇനി സിനിമയും കൂടെ ഇറങ്ങുമ്പോ അത് കുറച്ചുകൂടെ നന്നായിട്ട് പോകും. ഇങ്ങനല്ലേ പറയണ്ടേ? എന്റെ അടുത്ത് ഇതല്ലേ പറയണേ? ഞാൻ ഇന്നലെ മൊത്തം ധ്യാൻ്റെ കൂടെയായിരുന്നു. എനിക്ക് ചെറിയൊരു ബാധ കയറിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പറഞ്ഞെന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ പറയണം. ഇൻഫെക്ഷ്യസ് ആണ് അവൻ. അതെ. അതാണ്. ബേസിലിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഷാനിക്ക അതിനൊരു മറുപടി ആയതുപോലെ ഓ കണ്ണട. ഓ അങ്ങനെ ടാലന്റ്. അല്ല ഞാൻ ഞെട്ടിപ്പോയി ഇയാൾ കേട്ടിട്ട്. ബേസിലിന് ശേഷം ആരും ബേസിലെങ്ങാനും ഇത് കേട്ടാൽ എന്റെ പൊന്നെ. അപ്പൊ ഓക്കെ, നമുക്ക് പയ്യെ ചവിട്ടിയാലോ? അത് നല്ലൊരു കാര്യം. തൂ ബഡി മാഷാഅല്ലാ. അയ്യോ. അപ്പോ 11-ാം തീയതി ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞു. 11-ാം തീയതി തന്നെ എല്ലാവരും പോയിട്ട് സിനിമ കാണുക. എന്തായാലും നമ്മളെല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അത്. എന്താ പറയുക, നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡേ തന്നെ കാണാൻ നോക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വിനീതന്റെ അടുത്ത ചിത്രം? ഇല്ല, നമ്മൾ ഒരു പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. ഞാനുണ്ട്, ഷാനുണ്ട്, വിശാഖുണ്ട്. അതവർക്ക് കേൾക്കണമായിരുന്നു. അതിന് വേണ്ടിട്ട് കുറച്ച് നേരമായിട്ട് മിഷൻ സക്സസ്ഫുൾ. അതെ, ഓക്കെ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. Thank you. വർഷങ്ങൾക്ക് ശേഷത്തിന് എല്ലാവിധ ആശംസകളും. തിയേറ്റർ തൂക്കിയെടുക്കട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക് യു. അടുത്തത് തൂ ബഡി മാഷാഅല്ലാ.